ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കാണിച്ചു തരാൻ വരികയാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഐഫോൺ ഉള്ളവർക്ക് ലൈക്ക ലെക്സ് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ഇത് പ്യൂർലി ക്യാമറ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ അല്ല, എടുത്ത് പറയുന്നുണ്ട്. മന്ത്ലി ഒരു 700 റുപ്പീസ് വരെ ചാർജ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇയർലി എടുക്കണമെങ്കിൽ 4500 6500 എന്തോ വരുന്നുണ്ട്. മന്ത്ലി ആകുമ്പോൾ 700 ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ട് ഇച്ചിരി ഓവറാണ്. പക്ഷേ ഇതിലെടുത്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ആക്ച്വലി ഒരു ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് ലൈക്കയുടെ ഒരു കളർ ടോണും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. എനിക്ക് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പഴയ ലൈക്കയുടെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഉണ്ടല്ലോ, അതിൽ ആ ഫിലിമിൽ എടുത്തതിൻ്റെ അതേ ഒരു ലുക്ക്, ആ ഗ്രെയിനും ആ ടെക്സ്ചറും ഒക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു ഫീൽ ഉള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു അടിപൊളി ഒരു സംഭവം. പക്ഷേ ഇത് നമ്മുടെ ഐഫോണിൻ്റെ ഡീഫോൾട്ട് ക്യാമറ ആപ്പിനേക്കാൾ ഒരു അല്പം സ്ലോ പോലെ തോന്നുന്നു റെസ്പോൺസ്. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് എടുത്താൽ മതി. പക്ഷേ സാധനം ഒരു രക്ഷയില്ല, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് വേർത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സെയിം ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് റൂമിലൊക്കെ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിടാം. അതായത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് ആ ഒരു ഗ്രെയിനും കാര്യങ്ങളും ടെക്സ്ചേഴ്സും ഒക്കെ കൊടുത്ത് ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് സെറ്റ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് ആക്ച്വലി നിങ്ങൾ അത്രയും മെനക്കെടേണ്ട, ജസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ട്രാവൽ ചെയ്യാൻ നേരത്തൊക്കെ നിങ്ങൾക്ക് ക്യാമറ എടുത്ത് പിടിച്ചൊന്ന് എടുത്താൽ മതി എന്നുള്ളത്. പിന്നെ ഇതിൽ ടെക്സ്ചർ മാത്രമല്ല, ഇപ്പോൾ 26mm ആണെന്നുള്ളത്. ഇതിപ്പം സാധാരണ ഫോട്ടോ മോഡിലാണ് കിടക്കണം. ഇതല്ല, ഇതിനകത്ത് ആക്ച്വലി അപ്പേർച്ചർ മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഡീഫോൾട്ടായിട്ട് പോർട്രേറ്റ് മോഡ് എടുക്കും പോലെ. പക്ഷേ ഇതിൽ 28mm ലെൻസ്, 35mm ലെൻസ്, 50mm ലെൻസ്, അതായത് പോർട്രേറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെൻസുകളാണ്. വൈഡിനാണെങ്കിൽ വൈഡ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് കളർ ഇഷ്ടമുണ്ടെങ്കിൽ പല ലൈക്കയുടെ തന്നെ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, ആ ഒരു കളർ ടോണിൽ നമുക്ക് കിട്ടും. അതിൽ ഗ്രെയിന് കൂട്ടണോ കുറയ്ക്കണോ, കളർ ഉള്ളതിൽ ഗ്രെയിന് കൂട്ടണോ കുറയ്ക്കണോ, ഇതൊക്കെ നമുക്ക് കൺട്രോളിലുണ്ട്. അപ്പോൾ ആ ഒരു ഫിലിം ക്യാമറയുടെ ലുക്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈക്ക ലെക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഉള്ള സാധനമാണ്. പിന്നെ ഫ്രീ ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇപ്പം ലൈറ്റൊക്കെ സെറ്റ് നിങ്ങളൊരു വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐഫോൺ 16 എടുക്കുന്നതിനേക്കാളും സാംസങ് എടുക്കണമായിരിക്കും ബെറ്റർ എന്ന്. പക്ഷേ ആക്ച്വലി ഐഫോണിനകത്ത് അതായത് ഐഫോൺ 16 പ്രോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്യാമറയിൽ സാംസങ്ങിൽ കിട്ടുന്ന അത്രയും ഷട്ടർ സ്പീഡ്, ISO ഇതൊന്നും കൺട്രോൾ കിട്ടൂല. ആപ്പിളിൽ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഗൈസ്, ഫൈനൽ കട്ടിൻ്റെ ക്യാമറ ആപ്പ് എന്ന് പറഞ്ഞ് അത് സെപ്പറേറ്റ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇടണം. ഇതിൽ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഫോക്കൽ ലെങ്ത്, ഇത് പക്ഷേ വീഡിയോയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇത് ഫോട്ടോയ്ക്കല്ല. ഫോട്ടോയ്ക്ക് അത് കിട്ടത്തില്ല. നിങ്ങൾക്ക് എല്ലാ ഇതും കൺട്രോൾ ചെയ്യാം. HDR വേണമെങ്കിൽ HDR, ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അഡീഷണൽ കിട്ടും. അപ്പോൾ മാനുവൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ആക്ച്വലി ഇത് ഫ്രീ ആണ് കേട്ടോ. ഇതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് ഈ ലൈക്ക ലെക്സ് കാണിക്കാനാണ്. അപ്പം ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഇതിൽ കൂടുതൽ കൺട്രോൾ ഐഫോണിൽ എടുക്കണമെങ്കിൽ സൂപ്പറാണ്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സെയിം ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്.